Dreamsland Realty. Make your dreams real. ഡ്രീംസ്ലാൻഡ് റിയൽറ്റി കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് 2016 പ്രകാരം കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്റിംഗ് അതോറിറ്റിയുടെ അംഗീകാരത്തോടെ റെഗുലേറ്റിംഗ് അതോറിറ്റിയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ്. ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന വസ്തുക്കളുടെ വിലയും മറ്റു വിവരങ്ങളും അതിന്റെ ഉടമസ്ഥൻ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. വസ്തു വാങ്ങും മുമ്പ് വസ്തു നേരിട്ട് വന്ന് കണ്ട് ഉറപ്പുവരുത്തി നിയമപരമായ രേഖകൾ പരിശോധിച്ച് ഉറപ്പിച്ച് അന്തിമ വിലയില്ല വസ്തുവിന്റെ യഥാർത്ഥ ഉടമസ്ഥനുമായി നേരിട്ട് സംസാരിച്ച് ഉറപ്പിക്കുക. ഡ്രീംസ്ലാൻഡ് വാങ്ങുന്ന ആൾക്കും വിൽക്കുന്ന ആൾക്കും ഇടയിലുള്ള ഒരു മീഡിയേറ്റർ മാത്രമാണ്. എല്ലാവർക്കും ഡ്രീംസ്ലാൻഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്ന് നിൽക്കുന്നത് അങ്കമാലി കറുകുറ്റി അറ്റ്ലസ് അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് അടുത്തായിട്ടാണ്. ഏകദേശം ഒരു 2 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ ഒരു പ്ലേസിൽ നിന്ന് അപ്പോളോ അറ്റ്ലസ് ഹോസ്പിറ്റലിലേക്കുള്ളത്. അപ്പോളോ ഹോസ്പിറ്റലിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഹോസ്പിറ്റൽ ശൃംഖലകളിൽ ഒന്നാണ് അപ്പോളോ ഹോസ്പിറ്റൽ. അതിൻ്റെ കേരളത്തിലെ ഒരേ ഒരു ബ്രാഞ്ചാണ് അറ്റ്ലസ് അപ്പോളോ ഹോസ്പിറ്റൽ. അതിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്ത് നിന്ന് NH-ലേക്കുള്ള ദൂരം, അതായത് നാഷണൽ ഹൈവേയിലേക്കുള്ള ദൂരം ഏകദേശം 500 മീറ്റർ മാത്രം ദൂരത്തിലാണ് നിൽക്കുന്നത്. ചാലക്കുടി, അങ്കമാലി ഈ ടൗണുകൾക്കൊക്കെ ഒത്ത നടുക്കായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശം. ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെയായിട്ട് നമ്മളൊരു 10ഓളം വീടുകൾ വരുന്ന ഒരു ചെറിയ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ പണികളെല്ലാം ഏറെക്കുറെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഒരു 5-6 വീടുകൾ നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പാകത്തിന് തന്നെ എല്ലാ നിർമ്മാണ പ്രവൃത്തികളും പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിലൊരു വീടാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് പുറകിലായിട്ട് കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടി. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഒരു വില്ല പ്രോജക്റ്റൊക്കെ എന്ന് പറയുമ്പോൾ 5 സെൻറ്റ് 6 സെൻറ്റ് സ്ഥലങ്ങളിലൊക്കെയാണ് കാണുന്നത്. പക്ഷേ ഇത് 10 സെൻറ്റിലാണ് ഈ പറയുന്ന എല്ലാ പ്രൊജക്റ്റുകളും വരുന്നത്. ഈ ഫ്രണ്ടിലത്തെ ഈ പോർഷൻ വീടുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് പ്രൊജക്റ്റുകൾ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ പരിചയപ്പെടാൻ പോകുന്ന ഈ ഒരു പ്രോപ്പർട്ടി, അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം 10 സെൻറ്റ് സ്ഥലത്തിൽ 2900 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. ഇതിൻ്റെ ഫിനിഷിംഗ് ജോലികൾ ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ചെറിയ ടച്ചിങ് വർക്കുകൾ മാത്രമാണ് ഇപ്പോൾ ഇതിന് ബാക്കിയുള്ളൂ. ഈ വീടിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നല്ല ഒരു കേരള എലിവേഷനിലാണ് ഈ ഒരു വീട് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു സ്റ്റൈലിലാണ് ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തികളെല്ലാം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ തൊട്ട് ചേർന്നിട്ടായിട്ടുള്ള ഒരു വീട് നോക്കിക്കഴിഞ്ഞാൽ അതും സെയിലിനുള്ള വീട് തന്നെയാണ്. നമുക്ക് പതുക്കെ അതും നമുക്ക് പരിചയപ്പെടുത്താം. അത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബോക്സി ടൈപ്പിലൊക്കെയാണ് കൺസ്ട്രക്ഷൻ പോയിരിക്കുന്നത്. എന്നാൽ ആ ഒരു പെയിൻറ്റിൻ്റെയും ആ കളർ കോമ്പിനേഷനെല്ലാം ഒന്ന് തന്നെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ പ്രൊജക്റ്റിലെ ഈ ഒരു വീട് ഇന്നത്തെ ദിവസം നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു വീട് നമ്മൾ ഫേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് റോഡ് ഫേസ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു വീട് കിട്ടുന്നത്. ഇതിപ്പോൾ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല പ്രൊജക്റ്റ് എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ പോലും എല്ലാ വീടുകൾക്കും, ഇതിനകത്ത് പണിയുന്ന എല്ലാ വീടുകൾക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മതിലും ഗേറ്റും ഉണ്ട്. അതായത് ഒരു ഇൻഡിപെൻഡൻറ്റ് ഹൗസ് ആയിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ഒരു ഫീലും നമുക്ക് കിട്ടും. എന്നാൽ ഇൻഡിപെൻഡൻറ്റ് വീടിന് കിട്ടേണ്ട അതിൻ്റേതായ സേഫും സെക്യൂരിറ്റിയും പ്രൈവസിയും ഈ വീട് നമുക്ക്, ഈ പ്രൊജക്റ്റിലെ എല്ലാ വീടുകളും നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീട് ഫേസ് ചെയ്യുന്നത് പഞ്ചായത്ത്, അതായത് ഈ പറയുന്ന ഗവൺമെൻറ് റോഡ് ഫ്രണ്ടായിട്ട് തന്നെയാണ് ഈ ഒരു വീട് നമുക്ക് ലഭിക്കുന്നതെന്ന് നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് അകത്തെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ അതിലെല്ലാം ചെറിയ ഗ്ലാഡിങ് ടൈലുകളൊക്കെ ഒട്ടിച്ച് ഭംഗിയാക്കിയിരിക്കുന്നു. ആ വീടിൻ്റെ എലിവേഷന് പറ്റുന്ന രീതിയിൽ തന്നെ കുറച്ച് സ്റ്റീൽ വർക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ നടത്തി ഭംഗിയാക്കിയിരിക്കുന്നു. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഏത് വീടുകളെടുത്ത് നോക്കിയാലും സ്ലൈഡിങ് ആയിട്ടുള്ളൊരു ഗേറ്റും ഫോൾഡിങ് ആയിട്ടുള്ളൊരു ഗേറ്റുമാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷേ വിശാലമായ മുറ്റമുള്ള ഈ വീട്ടിൽ നല്ല രീതിയിൽ ഫോൾഡ് ചെയ്ത് തുറക്കാവുന്ന രീതിയിൽ തന്നെ, സ്ലൈഡിങ് ഡോറുകളെല്ലാം ഫോൾഡ് ചെയ്ത് തുറക്കാവുന്ന രീതിയിൽ വലിയ ഒരു ഗേറ്റുകൾ, എന്നേക്കാൾ പൊക്കമുള്ള ഒരു ഗേറ്റ് തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു റോയൽ ലുക്ക് നമുക്ക് ഈ വീടിന് ആ ഗേറ്റ് കൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ മുറ്റമൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വിശാലമായ മുറ്റം. നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 10, 5, 6, 7 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാകത്തിന് വിശാലമായ ഒരു മുറ്റം നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ദെൻ മുറ്റത്ത് പ്രത്യേകിച്ച് ടൈലുകളോ അല്ലെങ്കിൽ ബാംഗ്ലൂർ സ്റ്റോണുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതെല്ലാം വാങ്ങിക്കുന്ന ആൾക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ബിൽഡർ എപ്പോഴും ഒരു ഓപ്ഷൻ നൽകുന്നത്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ കാർ പോർച്ച് സജ്ജീകരിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ പാർക്ക് ചെയ്യാൻ പാകത്തിനുള്ള വലിയൊരു പോർച്ച് നമുക്കിവിടെ കാണാൻ പറ്റും. ഫോർച്യൂണർ പോലെയുള്ള വലിയ വാഹനങ്ങൾ ഈ പോർച്ചിൽ അനായാസമായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. ആ പോർച്ചിനോട് ചേർന്ന് ഇവിടെയായിട്ട് ചെറിയ ഒരു സിറ്റ് ഔട്ട് പോലെ ക്രമീകരിച്ചിരിക്കുന്നു. സാധാരണഗതിയിൽ ഗ്രാനൈറ്റ് ഒക്കെ വെച്ചാണ് നമ്മൾ സിറ്റ് ഔട്ട് കാണാറുള്ളത്. ഇവിടെ ഫുൾ ബോഡി
ഗ്രേ കളറിലുള്ള ഒരു ഫുൾ ബോഡി ടൈൽ വെച്ചിട്ടാണ് ഈ ഒരു സിറ്റ് ഔട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ നിന്നുമാണ് നമ്മുടെ വീടിൻ്റെ അകത്തേക്കുള്ള ആ ഒരു എൻട്രൻസ് വരുന്നത്. ഈ എൻട്രൻസ് ഡോറിൻ്റെ കാര്യം നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. ഈ വീടിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ചെങ്കല്ല് ഉപയോഗിച്ചിട്ടാണ്. മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലൊക്കെ ചെങ്കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ പ്രത്യേകത ഒന്നുമില്ല. കാര്യം അവിടെ ഇഷ്ടം പോലെ സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് ചെങ്കല്ലെന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മാണ മേഖലയിൽ പ്രത്യേകിച്ച് ഒരു ബിൽഡർ പണിത് കൊടുക്കുന്ന പ്രോപ്പർട്ടിയിലൊക്കെ ചെങ്കല്ല് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഇന്നിപ്പോൾ വളരെ വിരളമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അവിടെ ചെങ്കല്ല് വെച്ചിട്ടാണ് ഈ വീട് പണിതിരിക്കുന്നത് എന്ന് നമുക്ക് വളരെ എന്താ പറയുക, ഒരു പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. ആ ചെങ്കല്ല് വെച്ച് പണിത വീടിൻ്റെ ഭിത്തികൾക്ക് സ്വാഭാവികമായിട്ടും കനം കൂടുതലുണ്ട്. ആ കനത്തിൽ തന്നെയാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് ഫ്രെയിംസ്, ഡോറിൻ്റെ ഫ്രെയിംസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പാനലിംഗ് അല്ല, വുഡിൽ തന്നെ ഈ ഒരു ചുമരിൻ്റെ കനത്തിൽ തന്നെ ആ ഒരു ഫ്രെയിം അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ആ വീടിൻ്റെ ഒരു ക്വാളിറ്റിയും ആ കൺസ്ട്രക്ഷൻ്റെ ബേസിക് മെറ്റീരിയൽസിന്, കല്ല്, തറ, അങ്ങനെയുള്ള സ്ട്രക്ചറൽ മെറ്റീരിയൽസിന് എത്രമാത്രം പ്രാധാന്യം അവർ നൽകിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള ഒരു മെറ്റീരിയൽസ് എല്ലാം നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ വാതിൽ തുറന്ന് നമ്മൾ വരുന്നത് ഒരു ചെറിയ ഒരു ചെറുതെന്ന് പറയാൻ പറ്റില്ല, വലിയ ഒരു ലിവിങ് ഏരിയയിലേക്ക് തന്നെയാണ് നമ്മൾ വരുന്നത്. ഈ ലിവിങ് ഏരിയയിൽ നിന്ന് വലിയൊരു ഹോളിലേക്കാണ് നമുക്കിനി കടക്കാനുള്ളത്. അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഈ ഒരു ലിവിങ് ഏരിയ, ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് 3 പാളിയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. 2 പാളിയുടെ 2 ജനലുകൾ ഈ ഫ്രണ്ട് പോർഷനിൽ നൽകിയിരിക്കുന്നു. നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും കയറുന്ന രീതിയിലുള്ളൊരു സിറ്റ് ഔട്ട് തന്നെ ഈ ഒരു ഫ്രണ്ട് പോർഷനിലായിട്ട് അവർ ഒരുക്കി വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഈ സിറ്റ് ഔട്ടിൻ്റെ നീളവും വീതിയും നമുക്ക് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ നീളവും വീതിയും നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം 14.14 ഫീറ്റാണ് ഇതിൻ്റെ നീളം വരുന്നത്. ഇനി ഇതിൻ്റെ വീതി നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഇതിൻ്റെ വീതി വരുന്നത് ഏകദേശം 10.9 ആണ്. അതായത് 11 അടിയോളം വരുന്നുണ്ട്. 10.9 ഫീറ്റാണ് ഇതിൻ്റെ വീതി വരുന്നത്. 154.12 ഫീറ്റ് സ്ക്വയർ, 154.12 ഫീറ്റ് സ്ക്വയർ ആണ് ഈ ഒരു ലിവിങ് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് ഈ വീട്ടിൽ മാറ്റി വെച്ചിരിക്കുന്നത്. അതുപോലെ നമ്മൾ മേളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ജിപ്സം സീലിങ്ങോ മറ്റ് ഇൻറ്റീരിയർ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. ഇപ്പോൾ പുതിയ വീടുകളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ജിപ്സം സീലിംഗ്, അതേപോലെ LED പാനലിങ്, ഇതൊക്കെ വളരെ ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളൊരു കുറച്ച് വർഷങ്ങൾ പിന്നോട്ട് സഞ്ചരിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സമയത്തും വീടുകളുടെ ഇൻറ്റീരിയർ ഡിസൈനിങ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഒരു സമയത്ത് ജിപ്സം സീലിംഗ് ട്രെൻഡാവും. ഇപ്പോൾ ട്രെൻഡായിട്ട് നിൽക്കുന്ന ജിപ്സം സീലിംഗ് LED പാനലിംഗ് ആണ്. ചിലപ്പോൾ ഒരു 2-5 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഒന്നുമല്ലാത്ത ഒരു സ്ഥിതി വരും. അപ്പോൾ ഈ ഒരു ബിൽഡറുടെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീടിൻ്റെ സ്ട്രക്ചറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, സ്ട്രക്ചറിൽ കൂടുതൽ ക്വാളിറ്റി കൊണ്ടുവരിക, അതിനെ കൂടുതൽ വില കൊടുക്കുക. ഇൻറ്റീരിയർ എന്ന് പറയുന്നത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ ജിപ്സം സീലിംഗ് ഇതിനകത്ത് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള വയർ പോയിൻറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വാങ്ങിക്കുന്നവൻ്റെ ഇഷ്ടത്തിന് ഇൻറ്റീരിയർ ചെയ്യാം. സ്ട്രക്ചറിലും വീടിൻ്റെ ബേസിക് വർക്കുകളിലും ക്വാളിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു ബിൽഡറുടെ കൺസെപ്റ്റ്. അതൊരു നല്ലൊരു കൺസെപ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ആഡംബരമായിട്ടുള്ള ജിപ്സം സീലിംഗോ LED വർക്കുകളൊന്നും കാണാനില്ല. പക്ഷേ നമുക്ക് വളരെ നിസ്സാരമായിട്ടുള്ള ചിലവിൽ നമുക്കത് ചെയ്ത് തീർക്കാവുന്നതുമാണ്. അപ്പോൾ നമ്മൾ ലിവിങ് കണ്ടു. ലിവിങ്ങിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് വലിയൊരു എന്താ പറയുക ഹോളിലേക്കാണ് വരുന്നത്. നമുക്കൊരു ഒരു ഷട്ടിൽ കോട്ട് കെട്ടാവുന്ന രീതിയിലുള്ള വലിപ്പത്തിലുള്ള ഒരു ഹാളെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഞാൻ ഒരു എന്താ പറയുക വർണ്ണനീയമായി പറഞ്ഞതൊന്നുമല്ല, അതിനുള്ള നീളവും വീതിയും ഈ ഒരു ഹോളിന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ഹോളിൻ്റെ ഈ കയറി വരുന്ന ഈ സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു ഭാഗത്തുനിന്ന് ഇവിടേക്കായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത്. അതേപോലെ ഈ ഒരു ഭാഗത്തുനിന്ന് ഇതിൻ്റെ അടുക്കളയിലേക്കുള്ള എൻട്രൻസ് വരുന്നു. ഈ ഒരു ഭാഗത്ത് അപ്പർ ലിവിങ്ങിലേക്ക് പോകാനുള്ള മുകളിലത്തെ നിലയിലേക്ക് പോകാനുള്ള ആ ഒരു സ്റ്റെയർ വരുന്നു. മുകളിലേക്കുള്ള നിലയിലേക്കുള്ള എൻട്രൻസ് എല്ലാം ഇവിടെ നിന്ന് വരുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് വാഷ് ഏരിയയും അതേപോലെ തന്നെ ഒരു ബെഡ്റൂമിലേക്ക് പോകാനുള്ള എൻട്രൻസും വരുന്നു. മൊത്തം ഈ വീട്ടിൽ 4 ബെഡ്റൂമുകളാണ് വരുന്നത്. 4 ബെഡ്റൂമുകളിൽ 2 ബെഡ്റൂമുകൾ താഴെയും 2 ബെഡ്റൂമുകൾ മുകളിലുമായിട്ട് വരുന്നു. താഴെ നമുക്ക് വരുമ്പോൾ തന്നെ ചെറിയൊരു സിറ്റ് ഔട്ട്, ദെൻ ലിവിങ് കാണുന്നു, ദെൻ വലിയൊരു ഹോള് കാണുന്നു, 2 ബെഡ്റൂമുകൾ കാണുന്നു, കിച്ചൺ കാണുന്നു. ഇനി നമുക്ക് ഈ വലിയ ഹോളിൻ്റെ നീളവും വീതിയും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് മെഷർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം 21.52 ഫീറ്റാണ് ഇതിൻ്റെ നീളം വരുന്നത്.
ദെൻ ഇതിൻ്റെ വീതി വരുന്നത് 14.47 ഫീറ്റ്, അതായത് 311.39 സ്ക്വയർ ഫീറ്റ് ഇതിൻ്റെ ഈ ഹോളിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിത് മെഷർ ചെയ്തപ്പോൾ തന്നെ ഈ ഒരു പോർഷൻ, അതായത് ഈ സ്റ്റെയറിന് താഴെ വരുന്ന ഈ ഒരു പോർഷൻ അത് ഞാൻ മെഷർ ചെയ്യാതെയാണ് ഇത് സ്ക്വയർ ഫീറ്റ് വരുന്നത്. അപ്പോൾ അതും കൂടി മെഷർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മേളിലേക്ക് പോകും. ഞാനപ്പോൾ യൂസബിൾ ആയിട്ടുള്ള ഈ ഒരു സ്ക്വയർ പീസ് മാത്രമാണ് ഞാനിവിടെ മെഷർ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ആദ്യത്തെ ബെഡ്റൂം നമുക്കൊന്ന് ജസ്റ്റ് കാണാം. അപ്പോൾ ഇവിടെയായിട്ടാണ് ഇതിൻ്റെ വാഷ് ബേസിൻ ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഡൈനിങ് സെറ്റൊക്കെ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയായിട്ടൊരു വാഷ് ഏരിയ ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നു. സെറേഡയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാഷ് ബേസിൻ വരുന്നത്. അതേപോലെ ഇതിൻ്റെ ടാപ്പുകളാണെങ്കിലും സെറേഡയാണ് കൊടുത്തിരിക്കുന്നത്. താഴെ മൾട്ടിവുഡിൽ നല്ല രീതിയിൽ ഒരു കബോർഡ് വർക്കും ഇവിടെ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ വാഷ് ബേസിനോട് ചേർന്ന് നമ്മളൊരു ബെഡ്റൂം ഇവിടെയായിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ ബെഡ്റൂം നമുക്കൊന്ന് അകത്തേക്ക് കയറാം. ഡോറുകളെല്ലാം മരം തന്നെയാണ്. ഇപ്പോൾ കൂടുതലും നമുക്കിപ്പോൾ കസ്റ്റമൈസ് ആയിട്ടുള്ള ഫെറോ ഡോറുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത് മരത്തിൻ്റെ ഡോറ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുമ്പോഴും നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂം എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഒരു 4 പാളിയുടെ ജനൽ ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നു. അതേപോലെ 3 പാളിയുടെ ഒരു ജനൽ ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നു. അത്യാവശ്യം വെളിച്ചമൊക്കെ കിടക്കാവുന്ന രീതിയിലുള്ള നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം എന്ന് തന്നെ പറയാം. ഇവിടെ മൾട്ടിവുഡിൽ നല്ല രീതിയിലൊരു കബോർഡ് വർക്കും ചെയ്തു വെച്ചിരിക്കുന്നു. അത്യാവശ്യം നല്ല വലിപ്പമുള്ള, അത്യാവശ്യം സൗകര്യമുള്ള ഒരു കബോർഡ് വർക്ക് എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ നീളവും വീതിയും ഒന്ന് മെഷർ ചെയ്ത് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ബെഡ്റൂമിൻ്റെ വീതി നമുക്ക് നോക്കുമ്പോൾ 10.74 ഇതിൻ്റെ 10.74 ഫീറ്റാണ് ഇതിൻ്റെ വീതി വരുന്നത്. ഇനി ഇതിൻ്റെ നീളം നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഏകദേശം 15.07 ഫീറ്റ്, അതായത് 10.74 ഫീറ്റ് വീതിയും 15.07 ഫീറ്റ് നീളവും ഈ ഒരു ബെഡ്റൂമിനുണ്ട്. അതായത് ഏകദേശം 161.85 സ്ക്വയർ ഫീറ്റ് ഈ ഒരു ബെഡ്റൂമിന് വേണ്ടിയിട്ട് ഈ വീട്ടിൽ മാറ്റി വെച്ചിരിക്കുന്നു. ഇവിടെയായിട്ടാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ഫൈബറിൻ്റെ ഒരു ഡോറ് നമുക്കിവിടെ ബാത്റൂമിന് നൽകിയിരിക്കുന്നു. ദെൻ അകത്തേക്ക് വരുമ്പോൾ നല്ല വിശാലമായൊരു ബാത്റൂം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. നല്ല വിശാലമായൊരു ബാത്റൂം. അതിൻ്റെ ടോപ്പ് എൻഡ് വരെ 2x4 ടൈലുകൾ ഒട്ടിച്ച് അതിൽ കൃത്യമായിട്ട് സ്പേസർ വെച്ച് ഗ്യാപ്പുകൾ ഇട്ട് അതിനകത്ത് നല്ല രീതിയിൽ അപ്പോക്സി വർക്കുകളൊക്കെ ചെയ്ത് നല്ല ഭംഗിയിൽ തന്നെ ആ ഒരു ബാത്റൂം ഒരു പ്രീമിയം ടച്ചിൽ തന്നെ ആ ബാത്റൂം ഒരുക്കി വെച്ചിരിക്കുന്നു. അതേപോലെ ഇതിൻ്റെ ഫിറ്റിങ്സ് നോക്കിക്കഴിഞ്ഞാൽ സെറേഡയാണ്. ക്ലോസറ്റും ദെൻ വാഷ് ബേസിനും എല്ലാം തന്നെ സെറേഡയാണ് വരുന്നത്. ടാപ്സും മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത് സെറേഡ തന്നെയാണ് വരുന്നത് എന്ന് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം. അപ്പോൾ നമ്മൾ നേരെ വന്ന് ഈ ഹോളിൻ്റെ തുടക്കത്തിൽ തന്നെയായിരുന്നു ആദ്യത്തെ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത്. ഇവിടെയായിട്ടാണ് ബെഡ്റൂം. ഡോറുകളെല്ലാം സെയിം തന്നെ, നേരത്തെ കണ്ട ഡോറിൻ്റെ ഡോറുകൾ തന്നെയാണ് വരുന്നത്. ഈ ഒരു റൂമിലേക്ക് വരുമ്പോഴും നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം, നമ്മൾ നേരത്തെ കണ്ട പോലത്തെ തന്നെ വലിപ്പമുള്ളൊരു ബെഡ്റൂം, പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നല്ലൊരു കബോർഡ് വർക്ക്, മൾട്ടിവുഡിൽ തീർത്തിരിക്കുന്ന ഒരു കബോർഡ് വർക്ക് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ദെൻ ഈ ഒരു ബെഡ്റൂമിൻ്റെ നീളവും വീതിയും നമുക്കൊന്ന് മെഷർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നീളവും വീതിയും നമ്മളൊന്ന് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ 11.09 ഫീറ്റാണ് ഇതിൻ്റെ നീളം വരുന്നത്, വീതി വരുന്നത്. അതിൻ്റെ നീളം വരുന്നത് 14.68 ആണ്. 11.09 ഫീറ്റ് വീതിയും 14.68 നീളവും, അതായത് 162.8 സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു വീടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ റൂമിന് വേണ്ടിയിട്ട് അവർ മാറ്റി വെച്ചിരിക്കുന്നത്. ഇവിടെയായിട്ട് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം കാണാം. പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടൊന്നുമില്ല, നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയുള്ള ഒരു ബാത്റൂം. കളറുകൾക്ക് മാത്രം ചെറിയ വ്യത്യാസമുണ്ട്. 2x4 ടൈലുകൾ അങ്ങ് അറ്റം വരെ ഒട്ടിച്ച് നല്ല രീതിയിൽ അപ്പോക്സി വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയാക്കി വെച്ചിരിക്കുന്നു. ദെൻ ഇവിടെയായിട്ട് സെറയുടെ ഒരു വാഷ് ബേസിൻ കാണാം. ഇവിടെയായിട്ട് സെറയുടെ ഒരു ക്ലോസറ്റ് കാണാം. മറ്റ് ടാപ്പുകളും ഫിറ്റിങ്ങുകളും എല്ലാം തന്നെ വരുന്നത് സെറയുടെ തന്നെയാണ്. ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള സെറയുടെ തന്നെ ക്വാളിറ്റി ഫിറ്റിങ്ങുകൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ഇനി നമുക്ക് കാണേണ്ടത് ഈ വീടിൻ്റെ അടുക്കളയുടെ ദൃശ്യങ്ങളാണ്. അപ്പോൾ അടുക്കളയുടെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകുമ്പോൾ പിന്നെയും നമ്മൾ ഈ ഹോളിലേക്ക് വരുന്നു. ഈ ഹോളിൻ്റെ ഏറ്റവും അറ്റത്തായിട്ടാണ്, ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ കിച്ചൺ വരുന്നത്. അപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ഡോറ്, പകുതി ഗ്ലാസും പകുതി വുഡുമായിട്ടുള്ള സ്ഥിരം കിച്ചണിന് കാണുന്ന ആ ഒരു ഡോറ് തന്നെ
ഇവിടെ നൽകിയിരിക്കുന്നു. അകത്തേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ മൾട്ടിവുഡിൽ കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത ഒരു മെയിൻ കിച്ചൺ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കിച്ചണിൽ നല്ല രീതിയിൽ കബോർഡ് വർക്കുകളെല്ലാം മൾട്ടിവുഡിൽ തീർത്ത് വെച്ചിരിക്കുന്നത് നമുക്കിവിടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ദെൻ ഇതിൻ്റെ ടോപ്പ് എല്ലാം വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് ഗ്രാനൈറ്റ്സിലാണ് ഇതിൻ്റെ ടോപ്പും മറ്റു കാര്യങ്ങളും എല്ലാം നൽകിയിരിക്കുന്നത്. നല്ല വിശാലമായൊരു കിച്ചൺ എന്ന് തന്നെ നമുക്ക് പറയാം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള അത്യാവശ്യം വലിപ്പമുള്ള ഒരു കിച്ചൺ എന്ന് തന്നെ നമുക്ക് ഇതിനെ പറയാം. ഈ മെയിൻ കിച്ചണോട് ചേർന്ന് തന്നെ ഒരു സെക്കൻഡ് കിച്ചൺ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ സെക്കൻഡ് കിച്ചണിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഇനി നമുക്ക് വേണമെങ്കിൽ വിറകിൻ്റെ അടുപ്പ്, ആലുവ പുകയില്ല അടുപ്പുകൾ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതിന് അടുപ്പ് ഉപയോഗിക്കാത്ത ആളുകളാണെങ്കിൽ അവർക്ക് പാത്രം കഴുകാനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഈ സ്ലാബ് ഉപയോഗിക്കാം. ഇവിടെയായിട്ട് മറ്റൊന്നും കാണാത്ത രീതിയിൽ ഈ ഒരു ബിൽഡറുടെ ഒരു ട്രേഡ് മാർക്ക് എന്ന് പറയാവുന്ന ഒരു സാധനം സ്വന്തമായിട്ട് ഒരു ബേസിൽ കെട്ടിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ വലിയ വലിയ പാത്രങ്ങളൊക്കെ കഴുകാൻ പാകത്തിന് വലിയൊരു ബേസൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പാത്രങ്ങളൊക്കെ സുഖമായിട്ട് ഈ ഒരു ബേസിലിട്ട് കഴുകാം. എന്തായാലും നല്ലൊരു വർക്ക് ഏരിയ എന്ന് തന്നെ പറയാം. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഇതിൻ്റെ വീടിൻ്റെ പുറകുവശത്തേക്ക് ഇറങ്ങുന്നത്. ഇവിടെയായിട്ട് നമുക്ക് നല്ലൊരു കിണർ കാണാം. കിണറിൽ അത്യാവശ്യം നല്ല വെള്ളം, ഒരു കാലത്തും പറ്റാത്ത നല്ല ചെങ്കല്ലിൽ നിന്ന് വരുന്ന ഒരു വെള്ളം ഉള്ള നല്ല ഒരു കിണറും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കിച്ചൺ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി ഈ കിച്ചൻ്റെ ഈ മെയിൻ കിച്ചൻ്റെ മറ്റേ ഔട്ടർ കിച്ചൻ്റെ സെക്കൻഡ് കിച്ചൻ്റെ സ്ക്വയർ ഫീറ്റ് ഞാൻ മെഷർ ചെയ്യുന്നില്ല. ഈ മെയിൻ കിച്ചൻ്റെ ഒരു സ്ക്വയർ ഫീറ്റ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്യാം. ഇതിനകത്ത് കബോർഡും മറ്റ് ഫുൾ ലോഡഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ടുള്ള ഒരു മെഷർമെൻ്റ് അല്ല, ഒരു അപ്രോക്സിമേറ്റ് മെഷർമെൻ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം 13.9 ആണ് ഇതിൻ്റെ നീളം വരുന്നത്. 13.9 ആണ് ഇതിൻ്റെ നീളം വരുന്നത്. ദെൻ ഇതിൻ്റെ വീതി വരുന്നത് ഏകദേശം 10.18 ഫീറ്റാണ്. അതായത് 141 സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ മെയിൻ കിച്ചന് വേണ്ടിയിട്ട് ഈ വീട്ടിൽ മൊത്തത്തിൽ മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ നിലയിലെ കാഴ്ചകളിലേക്ക് പോകാം. അതിനു മുമ്പ് നമുക്ക് ഇലക്ട്രിക്കൽ സെക്ഷൻ നമുക്കൊന്ന് പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹോളിൻ്റെ ഈ ഒരു കോർണറിലായിട്ടാണ് ഇതിൻ്റെ DB ബോക്സ് വരുന്നത്. V-ഗാർഡിൻ്റെയാണ് DB ബോക്സ് വരുന്നത്. ദെൻ ELCBയും മറ്റ് MCBയും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ മെയിനായിട്ടുള്ള MCBയും ELCBയും എല്ലാം തന്നെ വരുന്നത് V-ഗാർഡിൻ്റെയാണ്. അതേപോലെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വയറിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് V-ഗാർഡിൻ്റെ ബ്രാൻഡഡ് ആയിട്ടുള്ള വയറുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ സ്റ്റെപ്പ് കയറി ഈ വീടിൻ്റെ രണ്ടാം നിലയിലെ കാഴ്ചകളിലേക്ക് പോവാം. അപ്പോൾ ഈ ഹാൻഡ് റെയിൽസ് എല്ലാം നൽകിയിരിക്കുന്നത്, ഈ ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത് മരത്തിലാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവായിട്ടൊരു കാര്യം തന്നെയാണ്. മരത്തിൽ ഗ്ലാസിൻ്റെ എച്ചിങ് വർക്കുകളോട് കൂടിയ ഗ്ലാസ് പീസുകൾ നൽകിയിട്ടുള്ള മനോഹരമായ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് എന്ന് തന്നെ നമുക്ക് പറയാം. അതേപോലെ ഇതിൻ്റെ മേളിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയായിട്ട് നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് അകത്തേക്ക് കിട്ടാൻ പാകത്തിന് ഒരു പർഗോള സെറ്റ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ മേളിലായിട്ടൊരു ഗ്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അത്യാവശ്യം ഭംഗിയിൽ തന്നെ ആ ഒരു ഏരിയ ഒരുക്കി വെച്ചിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ അപ്പർ ലിവിങ് ഏരിയ എന്ന് പറയുന്നത്. നമ്മൾ താഴെ കണ്ട പോലത്തെ തന്നെ വലിയ വിശാലമായൊരു ഹോള് ഈ മേളിലും നമുക്ക് കിട്ടുന്നു. നമുക്ക് അത്യാവശ്യം വേണ്ട ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ പാകത്തിനുള്ള വലിയൊരു ഹോള് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കിട്ടുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ഹോളിൻ്റെ മെഷർമെൻറ്റ് നമുക്കൊന്ന് എടുത്തു നോക്കാം. അപ്പോൾ ഇതിൻ്റെ നീളം വരുന്നത്, വീതി വരുന്നത് ഏകദേശം 14.64 ഇതിൻ്റെ വീതി വരുന്നത്. അതേപോലെ ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം 21.54. അത് താഴെ കണ്ട ആ ഒരു ലിവിങ്ങിൻ്റെ ഹോളിൻ്റെ അതേ വലിപ്പം തന്നെ 315.34 ആണ് ഇതിൻ്റെ 315.34 സ്ക്വയർ ഫീറ്റ് ഇവിടെ ഈ മേളിലും കിട്ടുന്നുണ്ട്. അത്രയും തന്നെ താഴെയും ഒരു ഹോളിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഹോളിന് വലിപ്പം വേണമെന്ന് പറയുന്നവർക്ക് ചൂസ് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയാം. ഈ വീടിന് മുകളിലായിട്ട് 2 ബെഡ്റൂമുകളാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ മുകളിലത്തെ 2 ബെഡ്റൂമുകൾ കൂടി പരിശോധിച്ച് നമുക്ക് ഈ വീടിൻ്റെ വീഡിയോ ഇന്ന് ബൈൻഡപ്പ് ചെയ്യാം. പിന്നെ നിങ്ങൾ കാത്തിരിക്കുന്ന കാര്യം ഇതിൻ്റെ വിലയാണ്. ആ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് കിടക്കാം. അപ്പോൾ മേളിൽ ഇവിടെയായിട്ട് നമ്മൾ താഴെ കണ്ട ബെഡ്റൂമിന് പാരലായിട്ട് മേളിൽ ഒരു ബെഡ്റൂം ഈ ഒരു ഭാഗത്തായിട്ട് സജ്ജീകരിച്ചിരിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമുകൾ പോലെ തന്നെ ഡോറും മറ്റു കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യങ്ങളൊന്നുമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ താഴെ കണ്ട ആ ബെഡ്റൂമിൻ്റെ അതേ മെഷർമെൻറ്റ് തന്നെ ആവാനാണ് സാധ്യതയുള്ളൂ. എന്തായാലും നമുക്കൊന്ന് എടുത്തു നോക്കാം. അപ്പോൾ ഇതിൻ്റെ നീളം വരുന്നത് 15.13, വീതി വരുന്നത് ഏകദേശം 10 പോയിൻ്റ് ആവാനാണ്
സോറി അതെ 10.68 15.13 നീളവും 10.68 വീതിയുമാണ് ഈ വീടിന് വരുന്നത്. 161.58 സ്ക്വയർ ഫീറ്റ് ഈ ഒരു ബെഡ്റൂമിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു. താഴെ കണ്ട പോലെ തന്നെ ഇവിടെ ഒരു മൾട്ടിവുഡിൻ്റെ കബോർഡ് കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തായിട്ട് ഇതിൻ്റെ ടോയ്ലറ്റ് വരുന്നു. നമ്മൾ നേരത്തെ കണ്ട അതേ ഡിസൈൻ, അതേ സെയിം സാധനം തന്നെ 2-4 ടൈലുകൾ അങ്ങ് അറ്റയം വരെ ഒട്ടിച്ച് ഒരു പ്രീമിയം ലുക്ക് കൊടുത്തിരിക്കുന്നു. സെറയുടെയാണ് ഫിറ്റിങ്ങുകളെല്ലാം വരുന്നത്. വാഷ് ബേസിൻ ആണെങ്കിലും ക്ലോസറ്റ് ആണെങ്കിലും ടാപ്പുകളാണെങ്കിലും എല്ലാം തന്നെ സെറയുടെ തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ ഫിറ്റ് ചെയ്തിരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു മാറ്റവുമില്ല. ഇനി നമുക്ക് ഈ വീടിൻ്റെ 4ാമത്തെയും അവസാനത്തതുമായ ബെഡ്റൂം നമുക്കൊന്ന് ജസ്റ്റ് പരിശോധിച്ച് വരാം. അത് വരുന്നത് ഈ ഒരു ഭാഗത്ത്, അതായത് നമ്മൾ താഴെ കണ്ട ബെഡ്റൂമിൻ്റെ പാരലലായിട്ട് തന്നെയാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഡോറുകളെല്ലാം മരത്തിൻ്റെ തന്നെയാണ് ഡോറുകൾ വരുന്നത്. വലിപ്പവും അതേ വലിപ്പം തന്നെയാണ് ഈ ഒരു വീടിന് നമുക്ക് മൊത്തത്തിൽ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ നീളവും വീതിയും നമുക്ക് അളക്കേണ്ടതില്ല, താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം തന്നെയാണ്. എന്നാലും നമുക്ക് ഒന്ന് അളന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം 11.04 ഇതിൻ്റെ നീളം വരുന്നത്, വീതി വരുന്നത്. ഇനി ഇതിൻ്റെ നീളം വരുന്നത് 14.71 162 സ്ക്വയർ ഫീറ്റ്. 162 സ്ക്വയർ ഫീറ്റ് ഈ ഒരു ബെഡ്റൂമിനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നു. അപ്പോൾ താഴെ കണ്ട അതേ ഇത് തന്നെ. അപ്പോൾ 4 ബെഡ്റൂമുകളും ഏകദേശം ഒരേ വലിപ്പം തന്നെയാണ്. ഇവിടെയായിട്ട് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അതും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. സെറയുടെ ഫിറ്റിങ്ങുകൾ കൊടുത്തിരിക്കുന്നു. ക്ലോസറ്റും ടാപ്പും എല്ലാം തന്നെ സെറയുടെ കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, വലിപ്പമുള്ള ബാത്റൂമുകളാണ്. ചെറിയ ബാത്റൂം എന്നൊന്നും പറയാൻ പറ്റില്ല, നല്ല വലിപ്പമുള്ള ബാത്റൂമുകളുണ്ടോ. അപ്പോൾ ഞാനിങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നല്ല വലിപ്പമുള്ള ഒരു ബാത്റൂം തന്നെയാണ് 4 ബെഡ്റൂമിലും കൊടുത്തിരിക്കുന്നത്. നല്ല സൗകര്യമാണ്. കാര്യം നമുക്കിപ്പോൾ വീട്ടിലൊരു പേഷ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും രീതിയിൽ ഒരാളെ പിടിച്ചുകൊണ്ട് ബാത്റൂമിലൊക്കെ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ അതിന് ഒതുങ്ങുന്ന തരത്തിലുള്ള വലിയൊരു ബാത്റൂം തന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നു. ഇനി നമ്മൾക്ക് നേരെ കാണുന്നത് ഇതിൻ്റെ എന്താ പറയുക, ബാൽക്കണി ഏരിയ എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാവുന്ന രീതിയിലുള്ളൊരു ഏരിയ ഇവിടെയായിട്ട് സജ്ജീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡോറും വഴിയും മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതായത് ആ വരുന്ന വഴി അത് പഞ്ചായത്ത് റോഡാണ്. ഇപ്പോൾ അവിടെ ഒരു കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്, സ്വിഫ്റ്റ് ഡിസയർ കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽക്കൂടെ പിന്നെയും ഒരു കാറും കൂടി പോകാവുന്ന രീതിയിലുള്ള വീതിയുള്ള വഴി, ആ വഴി ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് നിൽക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്താണെങ്കിലും അതേപോലെ തന്നെ ഒരു വീടാണ്. ആ വഴിയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് കയറി ആ ഒരു ഇത് കൊടുക്കുന്നു. നമ്മുടെ ആ ഗേറ്റഡ് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു റോഡ് ഈ ഒരു സൈഡിലൂടെയാണ് പോകുന്നത്. അതും അത്യാവശ്യം വീതിയുള്ള റോഡ്. അപ്പോൾ ഒരു ഏരിയ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പ്രീമിയം ഏരിയ തന്നെ നമുക്ക് പറയാൻ പറ്റും. നല്ല ഒരു എന്താ പറയുക, ഒരു അപ്പർ മിഡിൽ ക്ലാസ് എന്നൊക്കെ പറയാവുന്ന, മിഡിൽ ക്ലാസ് എന്ന് പറയാൻ പറ്റില്ല, അപ്പർ മിഡിൽ ക്ലാസ് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു ഏരിയ. അതും NH-ൽ നിന്ന് 500 മീറ്റർ മാത്രം ദൂരത്തിൽ ഇത്തരത്തിലുള്ളൊരു പ്രോപ്പർട്ടി വരുന്നു. ഇനി നമുക്ക് കാണാനുള്ളത് ഈ വീടിൻ്റെ ഓപ്പൺ ടെറസ് ഏരിയ ആണ്. അപ്പോൾ ഈ അപ്പർ ലിവിങ്ങിൽ നിന്നാണ് നമ്മൾ, അല്ലെങ്കിൽ അപ്പർ ഹോളിൽ നിന്നാണ് നമ്മൾ ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് വരുന്നത്. അത്യാവശ്യം ചെറിയ ഷീറ്റ് വർക്കൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ഫംഗ്ഷനൊക്കെ നടത്താൻ പാകത്തിനുള്ള ഒരു ഓപ്പൺ ടെറസ് ഏരിയ എന്ന് പറയാം. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഇലക്ട്രിസിറ്റി പോയിന്റ്, വാട്ടർ പോയിന്റ്, ദെൻ വേസ്റ്റ് വാട്ടർ പോകാനുള്ള യൂണിറ്റ്, ഇത്തരം കാര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നു. ഇനി ഈ ഒരു സൈറ്റിൽ വന്നാൽ നിങ്ങൾക്ക് 2 ഗുണം. ഒന്ന്, ഫിനിഷ് ചെയ്ത ഈ പ്രോപ്പർട്ടി, അതിൻ്റെ തൊട്ടപ്പുറത്തെ പ്രോപ്പർട്ടിയൊക്കെ കണ്ട് ഇതിൻ്റെ ഫിനിഷിങ്ങിലുള്ള ഒരു ഗെറ്റപ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ നിങ്ങൾ എപ്പോഴും, ഞാൻ എൻ്റെ എല്ലാ കസ്റ്റമേഴ്സിൻ്റെ അടുത്തും എടുത്തെടുത്ത് പറയുന്നൊരു കാര്യമാണ്, നിങ്ങളൊരു പ്രോപ്പർട്ടി മേടിക്കാൻ പോകുമ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ മോഡിയല്ല നിങ്ങൾ നോക്കണ്ടേ. ഇപ്പോൾ ജിപ്സം സീലിങ്ങും LED-യും കുറേ പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അടിപൊളിയായിരിക്കും. പക്ഷേ നിങ്ങളെപ്പോഴും നോക്കേണ്ട അതിൻ്റെ സ്ട്രക്ചർ വർക്കാണ്. അത് എങ്ങനെയാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നിരിക്കുന്നത്, അതിൻ്റെ ബേസ്മെൻറ്റ് തൊട്ടുള്ള കൺസ്ട്രക്ഷൻ ഏത് രീതിയിലാണ് പോയിരിക്കുന്നത്, കൃത്യമായിട്ട് അതിൻ്റെ സിമെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ സെറ്റാകാനുള്ള സമയം കൊടുത്തിട്ടാണോ മറ്റ് വർക്കുകളിലേക്ക് പോയിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളൊരു പ്രോപ്പർട്ടി മേടിക്കാൻ. കേവലം അതിൻ്റെ ഭംഗിയിൽ മാത്രം നിങ്ങൾ മയങ്ങരുത്, അതിൻ്റെ അകം എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിർമ്മാണം നടക്കുന്ന വീടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതേ ബിൽഡറുടെ തന്നെ നിർമ്മാണം നടക്കുന്ന പ്രോപ്പർട്ടികൾ തൊട്ടപ്പുറത്തും ഇവിടെയൊക്കെ ആയിട്ട് ഏകദേശം 10ഓളം വീടുകളിൽ ഏകദേശം 5 വീടുകളോളമാണ് ഫുൾ ഫിനിഷ് ആയിട്ടുള്ളൂ.
ബാക്കിയുള്ള ബേസ്മെൻറ്റ് തൊട്ടുള്ള വർക്കുകൾ ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയിൽ എങ്ങനെയാണ് തറ കെട്ടുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ വീട്ടിൽ എങ്ങനെയാണ് ചുമരുകൾ കിട്ടുന്നതെന്ന് കാണാൻ പറ്റും, ഈ വീട്ടിൽ എങ്ങനെയാണ് പെയിൻറ്റിങ്ങിൻ്റെ പുട്ടി വർക്ക് കിടക്കണമെന്ന് അറിയാൻ പറ്റും, പെയിൻറ്റിങ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഓരോ വർക്കുകളും ഈ ബിൽഡർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും. അതുവഴി നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് മനസ്സിലാക്കി നിങ്ങൾക്ക് മേടിക്കാനും പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടികൾ എപ്പോഴും ആ ഒരു കൺസ്ട്രക്ഷൻ കണ്ടു മേടിക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ല ഒരു കാര്യമെന്ന് ഞാൻ എപ്പോഴും എൻ്റെ എല്ലാവരുടെ അടുത്തും എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ അടുത്തൊക്കെ ഞാൻ പറയാറുണ്ട്. അപ്പോൾ അതിന് പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ വില ഭാഗങ്ങളിലേക്ക് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്കമാലി കറുകുറ്റി അറ്റ്ലസ് അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്ന് 2 കിലോമീറ്റർ മാറി ചാലക്കുടിക്കും അങ്കമാലിക്കും നടുക്കായിട്ടാണ് കറുകുറ്റി വരുന്നത്. അവിടെ നിന്ന് NH നിന്ന് ഏകദേശം 500 മീറ്റർ ദൂരത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. ഇപ്പം ഞാൻ കാണിച്ച ഈ ഒരു പ്രോപ്പർട്ടി 10 സെൻറ്റ് സ്ഥലമുണ്ട്, 2900 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം, 4 അറ്റാച്ച്ഡ് ആണ്. ദെൻ നല്ല വലിയ 2 ഹോളുകൾ, സെപ്പറേറ്റ് ലിവിങ് ഏരിയ വേറെ വരുന്നു, ചെറിയൊരു സിറ്റ് ഔട്ട്, നല്ലൊരു കാർ പാർക്കിംഗ്, മുറ്റം എല്ലാം വരുന്നു. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില അല്ലെങ്കിൽ ചോദിക്കുന്ന വില 1,25,00,000 രൂപയാണ്. 1,25,00,000 രൂപ. നമ്മൾ ഈ ബിൽഡർ ഒട്ടനവധി പ്രോപ്പർട്ടീസ് വിറ്റിട്ടുണ്ട്. ഒരുപാട് ക്ലയൻറ്റ്സ് നമുക്ക് പ്രീവിയസ് ആയിട്ടുണ്ട് ഈ ബിൽഡറെ കയ്യിൽ നിന്ന് വാങ്ങി, നമ്മൾ വഴി വാങ്ങിയവർ. നല്ല എക്സ്പീരിയൻസ് ആണ് എല്ലാവർക്കും ഉള്ളത്. പിന്നെ നമ്മൾ ഇവരുടെ സ്ഥിരം ഡീലേഴ്സ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഡിസ്കൗണ്ട് നമ്മൾ വഴിയാണ് നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇതിൻ്റെ ഓണർ പറഞ്ഞ വില ഞാൻ പറയുന്നു 1,25,00,000. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് കാണുക. ഇനി ഈ പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളൊരു വീട് പണിയാൻ ഉദ്ദേശിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾ വീട് എവിടെയെങ്കിലുമൊക്കെ നോക്കുന്ന ആളാണെങ്കിൽ പോലും നിങ്ങൾ ഈ സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക. സൈറ്റ് വിസിറ്റ് ചെയ്ത് ഇതിൻ്റെ നിർമ്മാണങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്, എൻ്റെ തറ എങ്ങനെയാണ് കിട്ടുന്നത്, എൻ്റെ ചുമരുകൾ എങ്ങനെയാണ് കിട്ടുന്നത്, അതിനൊക്കെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വന്ന് കാണുക. സമയമുണ്ടെങ്കിൽ വന്ന് കാണുക. കാര്യം വീട് പണിയുന്നവർക്കും അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ വീട് മേടിക്കാൻ പോകുന്നവർക്കും അത് നല്ലൊരു അറിവായിട്ട് ഞാൻ കണക്കാക്കുന്നു. അപ്പോൾ ഈ വീട് പ്രോപ്പർട്ടിയും എല്ലാം വന്ന് കാണുവാനായിട്ട് നിങ്ങൾ നേരെ താഴെ കിടക്കുന്ന നമ്പറിലേക്ക് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 7012906660. ഡ്രീംസ് ലാൻഡ് എപ്പോഴും ഒരു നല്ലൊരു വിശ്വസ്തനായിട്ട് സുഹൃത്തായിട്ട് നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. വിലയെല്ലാം അന്തിമ വിലയെല്ലാം നിശ്ചയിക്കുന്നത് വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളുമാണ്. ഞങ്ങൾ നിങ്ങൾക്കിടയിലെ ഒരു മീഡിയേറ്റർ മാത്രമാണ്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ബാങ്ക് ലോണും മറ്റു കാര്യങ്ങൾക്കും എല്ലാം വിളിക്കുക. വിളിക്കേണ്ട നമ്പർ താഴെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ, സീ യു അഗൈൻ.